അപ്പോൾ നമുക്കൊന്ന് ഗുരുവായൂർ പോയി വന്നാലോ? തലേ ദിവസം പ്ലാനിട്ട് പിറ്റേന്ന് ഞങ്ങൾ 4 പേരും കൂടി പോയ പോക്കാണിത്. പ്ലാൻ ചെയ്യാൻ നിന്നാൽ നീണ്ടു പോകും. അല്ല, അതുതന്നെയാണ് എപ്പോഴും നടക്കാറ്. എറണാകുളത്ത് നിന്നും നൈറ്റ് 9:30-ക്കുള്ള ട്രിവാൻഡ്രം ഗുരുവായൂർ ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 90 രൂപ. അങ്ങനെ 12 ആയപ്പോൾ ഗുരുവായൂർ സ്റ്റേഷനെത്തി. ട്രെയിൻ ഇറങ്ങുന്നവർ ഓടുന്ന കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി: നിർമ്മാല്യം മിസ്സാകും. പിന്നൊന്നും നോക്കില്ല, വച്ച് പിടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് ആ ഗുരുവായൂർ ഗോപുരനട കാണാൻ തുടങ്ങുമ്പോൾ മുതൽ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. വേഗം ക്ലോക്ക് റൂമിൽ പോയി ബാഗൊക്കെ വെച്ച് നേരെ ക്യൂവിലേക്ക്. പിന്നെ ക്യൂവിൽ 3 മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് കണ്ണനെ കാണാൻ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഉണ്ണിക്കണ്ണനെയും കണ്ട് മനസ്സ് നിറഞ്ഞു തൊഴുത് ഞങ്ങൾ 5 മണിയായപ്പോഴേക്കും പുറത്തിറങ്ങി. അപ്പോഴേക്കും എല്ലാവരും നല്ല ടയർഡാണ്. വിശപ്പും ഉറക്കമില്ലായ്മയും എല്ലാം കൂടി ആയപ്പോൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ എങ്ങനെയും കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഡോർമെട്രി അന്വേഷിച്ച് ഇറങ്ങി. ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഒരു റീൽ വഴിയാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ നമുക്ക് റൂം കിട്ടി. ഒരാൾക്ക് 138 രൂപ ആയുള്ളൂ. അത് നോൺ AC. ഞങ്ങൾ ചെന്ന സമയത്ത് AC ഉണ്ടായിരുന്നില്ല. ACക്കാണെങ്കിൽ 180 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം റൂമിലെത്തി. 130 രൂപയുടെ റൂമാണെന്ന് കരുതി ക്വാളിറ്റിയിലും നീറ്റ്നെസ്സിനും ഒരു കോംപ്രമൈസും അവർ വരുത്തിയിട്ടില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. നമ്മൾ ചെന്ന പാടെ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ എണീറ്റത് 9 മണിക്കാണ്. പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഗുരുവായൂർ അമ്പലം കറങ്ങാനിറങ്ങി. പൂവൊക്കെ വെച്ച് ചുറ്റമ്പലത്തിലൊക്കെ കറങ്ങി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. സംഭാരം കുടിച്ചു. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോൾഡ് കോഫിയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ ആ വഴിയിലുള്ള കടകളിലൊക്കെ കയറി ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ പരതിയെടുത്തു. പിന്നെ 6 മണിക്കൂറത്തേക്കായിരുന്നു നമ്മൾ ഡോർമെട്രി ബുക്ക് ചെയ്തിരുന്നത്. തിരിച്ച് വേഗം ചെന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് ബസ് കയറിയത്. ബസ്സിന് ഒരാൾക്ക് 100 രൂപയാണ് ആയത്.